കറുത്തിരുണ്ടൊരു ലോകത്തിന് കൈത്തിരിയായി വന്നവർ, കാലമെന്നും കെടാതെ മിന്നും പൂത്തിരി കത്തിച്ചവർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കരുണയിൽ കേദാരമാകും കണ്ണിനെന്നും കുളിർമയും, കരുണക്കടലായുള്ള റബ്ബിൻ കാതലായ ഹബീബരും. അല്ലാഹുവേ, മദീനയിൽ മറയാതെ ഉദിച്ചു നിൽക്കുന്ന 10,000 നിലാവിന്റെ ശോഭയെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മഹാനായ ജരീർ റളിയല്ലാഹു അൻഹു പറയുന്ന അത്ഭുതമായിരുന്നു. ഈ 4 കാര്യം അത്ഭുതമായിരുന്നു. ഒന്നാമത്തെ കാര്യം ബഹുമാനപ്പെട്ടവർ പറയുകയാ, വലാ റആനി ഇല്ലാ തബസ്സമാ. നബി തങ്ങൾ പുഞ്ചിരിച്ചിട്ടല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. എത്ര പ്രയാസമുണ്ടെങ്കിലും മനസ്സിന്റെ അകത്ത് ഒതുക്കി സൂക്ഷിച്ചു വെച്ച് സഹാബത്തിനോട് പുഞ്ചിരിക്കുന്ന നബിയേ മുഹമ്മദ് മുസ്തഫ. ആ മുഖം കണ്ടാ നമ്മുടെ ദുഃഖം മാറും, ആ മുഖം കണ്ടാ നമ്മുടെ സങ്കടം മാറും, ആ മുഖം കണ്ടാ നമ്മുടെ മനസ്സിന്റെ ദുഃഖഭാരങ്ങൾ മുഴുവനും അടിഞ്ഞു വീഴും. സുബ്ഹാനല്ലാഹ്. പ്രഭ പരത്തുന്ന പുഞ്ചിരിയുടെ ഉടമയെ നബി മുഹമ്മദ് മുസ്തഫ. ആ പുഞ്ചിരിയാണെന്ന് മദീനക്ക് കിട്ടിയ സൗന്ദര്യം, ആ പുഞ്ചിരിയാണ് പ്രവാചക പ്രേമികൾ ആ പ്രഭയുള്ള ചിരി വാങ്ങിയിട്ടാണ് ലോകത്തിരുന്ന് മരണപ്പെട്ടു പോകുന്നത്. എന്റെ പട്ടാമ്പി പള്ളിപ്പുറത്ത് വന്ന പ്രിയപ്പെട്ടവരെ, ഒരിക്കലും മങ്ങാത്ത ഒരു സൂര്യനും ഒരു ചന്ദ്രനും നഷ്ടപ്പെടുത്താൻ കഴിയാത്ത ഒളിമങ്ങാത്ത പ്രഭയുടെ സൂര്യന്റെ നിലാവിനെ പരാജയപ്പെടുത്തിയ ഭൂമുഖത്തിന്റെ ഉടമയെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിയുണ്ടല്ലോ, ജരീർ റളിയല്ലാഹു അൻഹു പറയുന്നു, അതൊരു അത്ഭുതമായിരുന്നു. ആ പുഞ്ചിരി പ്രവാചക പ്രേമികൾക്ക് അല്ലാഹു കൊടുക്കുന്നതാ, ആ പുഞ്ചിരി ആശിഖീങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്നതാ. എന്റെ ഈ മനോഹരമായ പട്ടാമ്പി പള്ളിപ്പുറത്ത് വന്ന് പ്രിയപ്പെട്ടവരെ, ആ പുഞ്ചിരി നിങ്ങൾക്കുണ്ടോ? ഏത് പുഞ്ചിരിയാ, ഏത് പുഞ്ചിരിയാ പ്രിയപ്പെട്ടവരെ? മനസ്സിന്റെ അകത്ത് പകയും ചതിയും ഒളിപ്പിച്ചു വെച്ചിട്ട് പുറത്ത് കാണിച്ച് ചിരിക്കുന്ന പുഞ്ചിരിയല്ല, മനസ്സ് നിറഞ്ഞ പുഞ്ചിരിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരി. അതുകൊണ്ടാണ് പ്രവാചകന്റെ കണ്ടമിടറുമ്പോ സഹാബികൾ തിരിച്ചറിഞ്ഞത്. പ്രവാചകന്റെ കണ്ണ് നിറയുമ്പോ അവരുടെ കൽബ് പൊട്ടിപ്പോയതുകൊണ്ടാണ്. അവർക്ക് താങ്ങാനും സഹിക്കാനും കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിയുടെ ഭാഗമാണ് പ്രവാചക പ്രേമികൾക്ക് അല്ലാഹു കൊടുത്തിരുന്നത്. പ്രിയപ്പെട്ടവരെ, ശംസുൽ ഉലമ നവ്വറല്ലാഹു മർകദഹുവിന്റെ മനോഹരമായ ചരിത്ര പുസ്തകം നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ കവർ പേജിനകത്ത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ മനോഹരമായ ഒരു മുഖചിത്രം ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ. അല്ലാഹുവേ, ഒരു ഭാഗത്തെ കണ്ണുകൾ ഇങ്ങനെ തെന്നിമാറിയിട്ട് പുഞ്ചിരിച്ചു നിൽക്കുന്ന മുഖമുണ്ടല്ലോ. മറക്കാൻ കഴിയില്ല റബ്ബേ, മറക്കാൻ കഴിയില്ല റബ്ബേ, മറക്കാൻ കഴിയില്ല റബ്ബേ. കേരളം തെക്കായിപ്പോയ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പൂമുഖം നിങ്ങൾക്ക് മറക്കാൻ പറ്റോ? അല്ലാഹുവേ, ആ പുഞ്ചിരി നിങ്ങളൊന്ന് ഓർമ്മിച്ചു നോക്കിയേ. നമ്മുടെ പള്ളിയിൽ വന്നപ്പോ, നമ്മുടെ അറബി കോളേജിൽ വന്നപ്പോ, നമ്മുടെ സ്ഥാപനങ്ങളിൽ വന്നപ്പോ ആ പുഞ്ചിരി നിങ്ങളൊന്ന് ഓർമ്മിച്ചു നോക്കിയേ. ഞാൻ പൊട്ടച്ചിറ അൻവരിയ അറബി കോളേജിൽ പഠിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ടവരെ ആദ്യമായി കാണുന്നത്. അല്ലാഹുവേ, ഞങ്ങളാ അറബി കോളേജിന്റെ 3ാമത്തെ നിലയുടെ മുകളിൽ നിൽക്കുമ്പോ ഒരു വാഹനത്തിൽ തങ്ങളങ്ങോട്ട് വന്നിറങ്ങുകയാണ്. മുജാഹിദീങ്ങളൊക്കെ ഓടുകയാ. എല്ലാവരും ഓടി വന്നപ്പോ തെക്കൻ കേരളത്തിന്റെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വന്ന് പഠിക്കുന്ന ഈ പാവപ്പെട്ട ഞാനും ആദ്യമായിട്ട് പാണക്കാട് ചെയ്ത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കൈകളിലൊന്നു തൊട്ടു. അൽഹംദുലില്ലാഹ്, അന്ന് മുതൽ എന്റെ മനസ്സിന്റെ കപ്പ് ചേക്കേറിയ ബന്ധത്തിന്റെ വിലയാണ് പാണക്കാട് കുടുംബത്തിന്റെ വില. എന്റെ മനസ്സുകൊണ്ട് എനിക്ക് സ്വീകരിക്കാതിരിക്കാൻ കഴിയാതെ പോയ, എന്റെ മനസ്സിൽ നിന്ന് മാറ്റാൻ കഴിയാതെ പോയ ആ പുഞ്ചിരിയുടെ പ്രഭാസൂചങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെ. നമ്മളോ, അവരെ പേര് പറയുന്ന നമ്മളോ, അവരെ മാതൃകയാക്കേണ്ടുന്ന നമ്മളോ,
അയൽവാസിയെ പറ്റിച്ചുകൊണ്ട് കപടതയുടെ ചിരി അഭിനയിക്കുന്നവരല്ലേ? കച്ചവടത്തിലൂടെ, തന്ത്രത്തിലൂടെ, അയൽവാസിയെ ചതിക്കുന്ന ചതിക്കുടിയിലൂടെ, കപടതയുടെ, അഹങ്കാരത്തിന്റെ, ധിക്കാരത്തിന്റെ, വഞ്ചനയുടെ, ചതിയുടെ, കള്ളത്തരത്തിന്റെ, കൊള്ളിവെപ്പിന്റെ, കാപട്യത്തിന്റെ ചിരി മുഖത്തു കൊണ്ടുവരുന്നവരല്ലേ നമ്മൾ? അത് പാടില്ല. അല്ലോ എന്റെ പ്രിയമുള്ളവരെ, യഥാർത്ഥ പ്രവാചക പ്രേമികൾ അങ്ങനെ ചിരിക്കാൻ പാടില്ല. യഥാർത്ഥ പ്രവാചക പ്രേമികൾ അങ്ങനെ ചിരിക്കാൻ പാടില്ല. നിറഞ്ഞ മനസ്സോടുകൂടി ചിരിക്കും.